നമസ്കാരം സർ. നമസ്കാരം. 8 വർഷമായി കേരളക്കര കാത്തിരുന്ന നടി ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് ഇന്ന് ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും അതുപോലെ തന്നെ 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 20 വർഷം കഠിന തടവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ 50,000 രൂപ പിഴ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ എമൗണ്ട് അല്ലേ? അത്രത്തോളം ഈ ഒരു കേസിനെ ചെറുതാക്കി കാണുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതാണോ? നിലനിൽക്കുന്ന കുറ്റകൃത്യങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷാവിധിയെ കോടതിക്ക് നൽകുവാൻ സാധ്യമാകുകയുള്ളൂ. ആ കേസിന്റെ അകത്തുള്ള മെരിറ്റ് അനുസരിച്ചിട്ടാണ് കോടതി ഇപ്പോ 50,000 രൂപ വീതം പ്രതികൾ നഷ്ടപരിഹാരമായി കെട്ടിവെക്കണമെന്ന് പറഞ്ഞത്. ടോട്ടലി 5 ലക്ഷം രൂപ പീഡനത്തിന് ഇരയായ ഇരയ്ക്ക് നൽകണമെന്ന് വളരെ വ്യക്തമായി തന്നെ കോടതി പറയുന്നുണ്ട്. 5 ലക്ഷം രൂപ പിഴ എന്ന് പറയുന്നത് വളരെ വലിയ തുകയാണ്. അത് സ്വീകാര്യമായിട്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അതെ, കഴിഞ്ഞ ദിവസം അഖിൽ മാരാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നടി ഈ പറയുന്ന കേസുമായി മുന്നോട്ട് പോയാൽ ഹൈക്കോടതിയിൽ പോയാലും സുപ്രീം കോടതിയിൽ പോയാലും ദിലീപിന് അനുകൂലം മാത്രമായിരിക്കും വിധി. അതുപോലെ തന്നെ നടി ഈ പറയുന്ന വൈദ്യപരിശോധനയ്ക്ക് തയ്യാറാകാത്തിടത്തോളം കാലം ഈ കേസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസ് എത്രത്തോളം സത്യസന്ധമാണ് എന്നൊരു ചോദ്യം അഖിൽ മാരാറിന്റെ ആ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അതിജീവിതയായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൂരമായ ഇത്തരം കൃത്യത്തിന് അടിമപ്പെടേണ്ടി വന്ന ആ ഒരു വ്യക്തിക്ക് അത് വലിയൊരു തിരിച്ചടിയല്ലേ സമൂഹം ഈ ഒരു രീതിയിൽ നോക്കിക്കാണുമ്പോൾ? കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ശിക്ഷിക്കപ്പെട്ട 6 പ്രതികളാണ് അതിന്റെ പിന്നിലുള്ളത്. അവർക്ക് വളരെ വലിയ രീതിയിലുള്ള ശിക്ഷാവിധി തന്നെയാണ് കോടതി കൊടുത്തിരിക്കുന്നത്. കൂട്ടബലാത്സംഗം നടത്തിയതിന് നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം എന്ന് പറയുന്നത്. 1-ാം പ്രതി തന്നെ 7.5 വർഷക്കാലം ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 12 വർഷം മാത്രമേ ആ 1-ാം പ്രതിക്ക് ജയിലിൽ ഇനി കിടക്കേണ്ടതായിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു രീതി വെച്ച് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദിലീപ് നടിയെ ആക്രമിച്ചതായിട്ട് നടി ഒരിക്കലും ഒരു മൊഴി കോടതിയിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നടിയുടെ ഒരു ഊഹാപോഹമാണ് ദിലീപ് ആകാം എന്നെ കൊട്ടേഷൻ നൽകി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചത് എന്നുള്ള നടിയുടെ ഒരു ഊഹാപോഹം മാത്രമേ കോടതിയിലുള്ളൂ. നമുക്ക് അറിയാം, ഈ കേസ് 2017 ഫെബ്രുവരി 17-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. പിറ്റേ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. ആ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ 6 പ്രതികളെ കുറ്റക്കാരായി കണ്ടുകൊണ്ട് അന്തിമ റിപ്പോർട്ട് ഏപ്രിൽ മാസത്ത് തന്നെ 2017 ഏപ്രിൽ മാസത്ത് തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വലിയ മാധ്യമ പ്രതിഷേധവും വനിതാ മേഖലയിൽ ചില ആസൂത്രിതമായിട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് നാടകീയമായ ചില നാടകങ്ങൾ പിടച്ചുവിട്ടതിന്റെ ഫലമായിട്ടാണ് ദിലീപിനെ യാതൊരു തെളിവുമില്ലാതെ തന്നെ ദിലീപിനെ ചോദ്യം ചെയ്യുവാൻ വിളിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ ഹാജരാക്കുന്ന ദിലീപിനെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുക എന്നുള്ള ഒരു നടപടിക്രമമാണ് നടന്നത്. ഈ കേസിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടാതെ മുൻകൂർ ജാമ്യത്തിലാണ് പോയിരുന്നുവെങ്കിൽ തീർച്ചയായും ദിലീപിന് 85 ദിവസം ജയിലിൽ കിടക്കേണ്ടുന്ന യാതൊരു കാര്യവും ഈ കേസിന്റെ മെരിറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. കോടതി ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോൾ വളരെ വ്യക്തമായി ആമുഖത്തോടു കൂടി പറഞ്ഞ കാര്യമുണ്ട്. കോടതിക്ക് ക്രിമിനൽ കേസുകളിൽ ഒരിക്കലും സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത കോടതിക്ക് കാണിക്കേണ്ടതായിട്ടില്ല. കേസിന്റെ മെരിറ്റ് അനുസരിച്ച് മാത്രമേ കോടതിക്ക് പ്രവർത്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഏതെങ്കിലും മേഖലയിൽ നിന്നും വലിയ തോതിൽ വികാരം സൃഷ്ടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ അതേ ഗ്രാവിറ്റിയോടുകൂടി തന്നെ കേസിനെ കോടതിയിൽ പരിഗണിക്കുവാൻ കഴിയുന്നതല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മാധ്യമങ്ങൾ സുപ്രീം കോടതിയുടെ ലംഘനം ഈ കേസിൽ നടത്തിയിട്ടുണ്ട് എന്ന് കോടതി വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വലിയ ജനവികാരം ദിലീപിനെതിരെ പിടച്ചുവിട്ടുകൊണ്ട് കോടതിയെ ഹൈജാക്ക് ചെയ്യാൻ ഒരു വർദ്ധിത വിഭാഗം പല സ്ഥലങ്ങളിൽ നിന്നും പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ സത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജുഡീഷ്യറിയെ നമുക്ക് വിമർശിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കോടതിയുടെ വിധിന്യായങ്ങളിൽ പിശകുണ്ടെങ്കിൽ അത് രാഷ്ട്രീയക്കാർ വിമർശിക്കുന്നത് പോലെയല്ല. നമുക്ക് സർക്കാരിനെ വിമർശിക്കുന്നത് പോലെ കോടതിയെയും കോടതിയുടെ വിധിന്യായങ്ങളെയും കോടതിയുടെ വിധിന്യായം പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാരെയും നമുക്ക് ആക്ഷേപിക്കുവാനോ അവഹേളിക്കുവാനോ വിമർശിക്കുവാനോ സാധ്യമല്ല.
അത് സുപ്രീം കോടതി പല ഘട്ടങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടങ്ങളിൽ, പൊതുസമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം നടത്തിയ കേസുകളിൽ അക്കമിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ വലിയ ഒരു പ്രതിഷേധം മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹങ്ങളിലൂടെ ദിലീപിനെതിരെ പിടച്ചു വിട്ടുകൊണ്ട് ദിലീപിനെ കുറ്റക്കാരനായി പൊതുസമൂഹത്തിൽ വിചാരണ ചെയ്യുകയും അതേ വിചാരണ കോടതിയും അംഗീകരിക്കണമെന്നുള്ള ചില ഗൂഢലക്ഷ്യങ്ങളാണ് ഈ വിധിയിലൂടെ, ഈ ശിക്ഷാവിധിയിലൂടെ തകർന്നിരിക്കുന്നത്. തീർച്ചയായും അന്തിമ റിപ്പോർട്ടിൽ 6 പ്രതികളാണ് പോലീസ് കുറ്റക്കാരായി കണ്ടെത്തിയത്. അത് സത്യമായിട്ടുള്ള ഒരു ഫ്രെയിമിംഗ് ആയിരുന്നു. അതാണ് അതിന്റെ കൃത്യമായുള്ള വസ്തുത. ആ വസ്തുത പ്രോസിക്യൂഷൻ കോടതിയിൽ വളരെ സുശക്തമായി നല്ല രീതിയിൽ തന്നെ തെളിവുകൾ നിരത്തി പ്രതികൾക്ക് കൃത്യതയുള്ള ഒരു ശിക്ഷ തന്നെ കോടതി പുറപ്പെടുവിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അല്ല, ഈ ഒരു പറയുന്നത് പോലെ വിധിന്യായം പുറത്തുവിട്ട സമയത്ത് കോടതി പറഞ്ഞത് ശിക്ഷ വിധിക്കുമ്പോൾ ഒരേ സമയം സമൂഹത്തോടും ഈ പറയുന്നത് പോലെ കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായ ഒരു വിധിയാണ് പുറപ്പെടുവിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 20 വർഷം കഠിന തടവ് എന്ന് പറയുന്നത്. സമൂഹത്തോടും അതുപോലെ തന്നെ കുറ്റവാളികളോടുമുള്ള ഈ ഒരു നീതി അതിജീവിതയ്ക്ക് ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു മെരിറ്റ് എന്ന് പറയുന്നത്. അല്ല, അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി, അതായത് അതികഠിനമായ പീഡനമല്ല അല്ലെങ്കിൽ അതിക്രൂരമായ പീഡനമല്ല നടന്നിരിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ അതിജീവിതം അനുഭവിച്ച ആ ഒരു അവസ്ഥയെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഇല്ലാതെ അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് അല്ലാതെ ആക്കുന്ന ഒരു രീതിയിലായി പോയില്ലേ കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വിധിന്യായം പുറത്തു വന്നപ്പോൾ? പ്രോസിക്യൂഷന്റെ മെരിറ്റ് അനുസരിച്ചുള്ള കേസിലുള്ള കൃത്യതയുള്ള 20 വർഷത്തെ തടവ് കൃത്യമായി തന്നെ കോടതി നൽകിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള വിചാരങ്ങളൊന്നും കോടതിയെ സംബന്ധിച്ച് മുഖവിലേക്ക് എടുക്കേണ്ടുന്ന കാര്യങ്ങളല്ല. അതിജീവിതയ്ക്ക് കൃത്യമായി നീതി ലഭിച്ചിട്ടുണ്ട്. എവിടെയാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കാതെ പോയത്? 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം. അതുപോലെ തന്നെ 6 പ്രതികളെയും 20 വർഷം കൃത്യതയോടുകൂടി ശിക്ഷിച്ചിരിക്കുകയാണ് കോടതി. ഇതിനപ്പുറം എന്താണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്? തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. കോടതിയിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് പ്രവർത്തിക്കുവാൻ, ക്രിമിനൽ കോടതികൾക്ക് പ്രവർത്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് കൃത്യമായിട്ടുള്ള മെരിറ്റ് നടത്തി കൊടുക്കുന്നതിൽ ഈ വിചാരണ കോടതി വിജയിച്ചു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതെ, പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടി അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടതെന്ന് സാർ ചോദിക്കുമ്പോൾ അതിജീവിതയായിട്ടുള്ള അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ഒരു നമുക്കറിയാം സൈബർ ബുള്ളിങ്ങിന്റെ ഒരു അളവ് വളരെയധികം വലുത് തന്നെയാണ്. നമുക്കറിയാം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ദിലീപിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ആ ഒരു സ്നേഹം, താരത്തോടുള്ള ആ ഒരു ആരാധന ഈ പറയുന്ന അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയെ കരിവാരിത്തേക്കാൻ അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ലൈസൻസ് ആയി ഉപയോഗിക്കുന്നത് ശരിയാണോ? ഇവിടെ സ്ത്രീ എന്ന് പറയുന്നതാണ് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. നടി എന്ന് പറയുന്നത് അപ്രസക്തമാണ്. എല്ലാ സ്ത്രീകളും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപോലെയാണ്. അതല്ലാതെ നടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രത്യേകത, മറ്റുള്ള വ്യക്തിയിൽ നിന്ന്, മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഈ കേസിൽ നടിക്ക് ഇല്ല എന്നാണ് എനിക്ക് വളരെ വ്യക്തമായി പറയുവാനുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. 6 പ്രതികളാണ് കുറ്റക്കാർ. 6 പ്രതികളാണ് പ്രതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുള്ളത്. അത് കൃത്യമായി കോടതി തെളിയിച്ചിട്ടുണ്ട്. അത് കൃത്യമായി കോടതി ശിക്ഷാവിധി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള പ്രതിഷേധങ്ങളും വ്യാഖ്യാനങ്ങളും കോടതിയുടെ ജുഡീഷ്യറിയെ അപമാനപ്പെടുത്തുവാൻ മനഃപൂർവ്വം ഒരു വിഭാഗം ഒരു പ്രത്യേക സ്ഥലത്തിരുന്നു കൊണ്ട് പിടച്ചിടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഈ കേസ് അവസാനിക്കുന്നില്ലല്ലോ. കാരണം പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾ ഈ ഒരു കൃത്യം നിർവഹിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇതിന് പിന്നിൽ ആരായിരുന്നു? ഒരു ഇന്റൻഷനും ഇല്ലാതെ ഇത്രയും ആളുകൾ ചെന്ന് ഒരു നടിയെ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഇപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി ആക്രമിക്കുമ്പോൾ അതിന് പിന്നിലെ പ്രധാന കാരണം എന്താണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതല്ലേ? അതായത് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്നും പറഞ്ഞോളൂ. അതെ അതെ അല്ല, നമുക്ക് ഈ കേസിന്റെ മെരിറ്റ് തന്നെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതാണ്. ഈ ഇൻസിഡന്റ്, ഈ സംഭവം, നടി ആക്രമിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ കേരളത്തിന്റെ ഗവൺമെന്റും കേരളത്തിന്റെ പോലീസും കൃത്യതയോടുകൂടിയുള്ള ഒരു അന്വേഷണമാണ് നടത്തിയത്. ആ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ 6 പ്രതികളെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്.
6 പ്രതികളെയും അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ വ്യക്തമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ സമയത്ത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ കേസിന്റെ ഭാഗമായി വരുന്നില്ല. കൃത്യതയുള്ള തെളിവുകൾ അവിടെ പരിശോധിക്കപ്പെടുന്നു. കൃത്യതയുള്ള കാര്യങ്ങൾ അവിടെ നിരീക്ഷണം നടത്തിയിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം. അപ്പോഴൊന്നും വരാത്ത തെളിവുകൾ വെറും ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾ ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു കത്ത് പുറത്തുവിടുന്നതിന്റെ ഭാഗമായി ഒരു ജനരോഷം സമൂഹത്തിൽ ദിലീപിനെതിരെ പ്രചരിപ്പിച്ച് അത് വർദ്ധിച്ച തോതിൽ ഇളക്കിവിട്ട് ദിലീപിനെ ആ കേസിൽ കൃത്യതയോടുകൂടി ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പല സ്ഥലങ്ങളിലും പ്രചരിപ്പിച്ച് ദിലീപിനെ ചോദ്യം ചെയ്ത് ദിലീപിനെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെയും വേറെ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ദിലീപിനെ ആ കേസിൽ കള്ളക്കേസായി ദിലീപിനെ പ്രതി ചേർക്കപ്പെടുകയാണ് ചെയ്തത്. ആ ദിലീപിന്റെ വക്കീൽ തന്നെ അവിടെ അത്തരം കാര്യങ്ങളിലുള്ള സുതാര്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് കോടതിയിൽ നടത്തിയിട്ടുള്ളത്. അത് കോടതി സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ദിലീപിനെതിരെയുള്ള തെളിവുകളുടെ അഭാവത്തിലാണ് കൃത്യമായി ദിലീപ് അവിടെ നിന്നും ശിക്ഷാവിമുക്തനായി പുറത്തു വരുവാൻ കാരണം. അതല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഇഞ്ചക്ഷനും ഇല്ല. നമുക്കറിയാം ഒരു കേസിൽ ഒരു അന്തിമ റിപ്പോർട്ടേ നിലനിൽക്കുകയുള്ളൂ. ഇവിടെ 2 അന്തിമ റിപ്പോർട്ട് ഇല്ലീഗലായി ഫയൽ ചെയ്തിരിക്കുകയാണ്. ആദ്യം കൃത്യതയുള്ള അന്വേഷണം നടന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ അന്തിമ റിപ്പോർട്ട് 6 പ്രതികളെ ചേർത്ത് കൊടുത്തത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് പല ആളുകൾക്കും അറിയില്ല ഇവിടെ 2 അന്തിമ റിപ്പോർട്ടാണ് കോടതിയിൽ ഹാജരാക്കിയതെന്നുള്ള വസ്തുത പല ആളുകൾക്കും അറിയില്ല. ആദ്യത്തെ അന്തിമ റിപ്പോർട്ടിൽ ദിലീപ് പ്രതിയല്ല. രണ്ടാമത്തെ അന്തിമ റിപ്പോർട്ടിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഇല്ലീഗൽ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുജന വികാരങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതിന്റെ പേരിൽ ആണ് ദിലീപ് പ്രതിയായി അകത്തു പോയിട്ടുള്ളത്. നമുക്കറിയാം ജുഡീഷ്യറിയെ സംബന്ധിച്ച് തെളിവുകളാണ് അടിസ്ഥാനം. ക്രിമിനൽ കോടതിയിൽ വിചാരണ കോടതിയിൽ തെളിവുകൾ മാത്രമേ പരിഗണിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഊഹാഭോഗങ്ങൾ, ജനവികാരങ്ങൾ, മറ്റു താല്പര്യങ്ങൾ, രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഇതൊന്നും ഒരു തരത്തിലും ജഡ്ജിയെ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ അല്ല. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഈ പറയുന്നത് പോലെ നടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കുമുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ, എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും ചർച്ചയ്ക്കിരിക്കാം. താങ്ക് യു സർ. താങ്ക് യു.